ജയിലിൽ തിരിച്ചെത്താൻ കൂടുതൽ സമയം ചോദിച്ച ബിൽക്കിസ് ബാനു കേസിലെ പ്രതികൾ കീഴടങ്ങാനുള്ള സമയപരിധി അവസാനിക്കാനിരിക്കെ സുപ്രീം കോടതിയിൽ പ്രത്യേക ഹർജി നൽകി. ഹർജി സുപ്രീം കോടതി നാളെ പരിഗണിക്കും. ഗുജറാത്ത് സർക്കാർ മോചിപ്പിച്ച പ്രതികൾ ജയിലിൽ മടങ്ങിയെത്തേണ്ട സമയപരിധി മറ്റന്നാൾ അവസാനിക്കാനിരിക്കെയാണ് 3 പ്രതികൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ബിൽക്കിസ് ബാനുവിനെയും മാതാവിനെയും കൂട്ടബലാത്സംഗം നടത്തുകയും 3 വയസ്സുകാരിയായ മകളെ ഉൾപ്പെടെയുള്ളവരെ കൊലപ്പെടുത്തുകയും ചെയ്ത കേസാണിത്. ഗോവിന്ദഭായ് നൈ, മിതേഷ് ശിവൻലാൽ ഭട്ട്, രമേശ് രൂപഭായ് ചന്ദന എന്നിവരാണ് ഹർജിയുമായി എത്തിയത്. തിമിര ശസ്ത്രക്രിയ, മാതാപിതാക്കളുടെ വാർദ്ധക്യ സഹജമായ അസുഖം, കാർഷികോൽപ്പന്നങ്ങളുടെ വിളവെടുപ്പ് എന്നിങ്ങനെ വ്യത്യസ്തമായ കാരണങ്ങളാണ് ന്യായീകരണങ്ങളായി നിരത്തുന്നത്. മുൻ ജഡ്ജിയും മുതിർന്ന അഭിഭാഷകനുമായ ചിദംബരേഷ് ജസ്റ്റിസ് നാഗരത്നയുടെ ബെഞ്ചിലാണ് ഹർജി ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഈ ആഴ്ച ജസ്റ്റിസ് നാഗരത്നയോടൊപ്പം ജസ്റ്റിസ് സഞ്ജയ് കരോളാണ് ഇരിക്കുന്നത്. വിധി പുറപ്പെടുവിച്ചത് ജസ്റ്റിസ് നാഗരത്ന, ജസ്റ്റിസ് ഉജ്ജ്വൽ ഭുയാൻ എന്നിവരടങ്ങുന്ന ബെഞ്ചായിരുന്നു. ചീഫ് ജസ്റ്റിസിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും പഴയ ബെഞ്ചിന് മാത്രമേ കേസ് പരിഗണിക്കാൻ കഴിയൂ എന്നും കോടതി വ്യക്തമാക്കി. 2 പ്രതികൾ കൂടി ഇതേ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. എല്ലാ ഹർജികളും നാളെ വാദം കേൾക്കും. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ ഹീന കുറ്റകൃത്യം നടത്തിയ 11 പ്രതികളെ തുറന്നുവിട്ട ഉത്തരവ് കഴിഞ്ഞ 8-നാണ് സുപ്രീം കോടതി റദ്ദാക്കിയത്. രക്തം പോലും ഉറഞ്ഞു പോകുന്ന ക്രൂരതയാണ് ബിൽക്കിസ് ബാനുവിനും കുടുംബത്തിനു നേരെ ഈ പ്രതികൾ ചെയ്തു കൂട്ടിയത്. ഈ പ്രതികൾക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്ത ഗുജറാത്ത് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച ബെഞ്ചിലേക്ക് തന്നെയാണ് നാളെ ഈ ഹർജികൾ എത്തുന്നത്. ഡി ധനസുമോദ്, മീഡിയ 1, ഡൽഹി.